സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു പ്രചരണവുമായി ആശാ പ്രവർത്തകർ ആറന്മുള മണ്ഡലത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് നമുക്കിപ്പം ഇപ്പോൾ ഉള്ളത്. എന്താണ് ഇങ്ങനെ ഒരു പ്രചരണം നടത്താനുള്ള കാരണം? നമ്മൾ പ്രധാന കാരണം എല്ലാവർക്കും അറിയാം. ഞങ്ങൾ 9 മാസം സെക്രട്ടേറിയറ്റിന് ഫ്രണ്ടിൽ ഞങ്ങൾ സമരം ചെയ്തപ്പോഴേ എന്താണെന്ന് ചോദിക്കാനോ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് അവർ അംഗീകരിക്കാനോ തയ്യാറാകാത്ത ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അവാർഡുകൾ വാരിക്കൂട്ടുമ്പോഴേ അവർ ഹെൽത്ത് മിനിസ്റ്റേഴ്സ് എല്ലാം പറയുന്നത് ഞങ്ങളുടെ കഴിവാണ്. ഈ അവാർഡ് അവർക്ക് എങ്ങനെ കിട്ടി? അവരവിടെ മന്ത്രിസഭയിൽ ഇരുന്നോണ്ട് വാങ്ങിയതൊന്നും അല്ലല്ലോ. ഇതിന് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫ് ഇവരുടെ എല്ലാം ശ്രമഫലമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ആരോഗ്യകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശസ്തി ഉണ്ടെങ്കിൽ അതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ള ആശമാരുണ്ട്, ഹെൽത്ത് സ്റ്റാഫുണ്ട്, മറ്റുള്ള എല്ലാവരുണ്ട്. അങ്ങനെയുള്ള ഹെൽത്ത് സ്റ്റാഫിനെ അംഗീകരിക്കാതെ അവർ വളരെ മോശമായിട്ട് ഞങ്ങളോട് പെരുമാറുകയും വളരെ മോശമായിട്ട് തന്നെ വാക്കുകൾ ഉപയോഗിച്ച് ഞങ്ങളെ സമരത്തെ അധിക്ഷേപിക്കുകയും ചെയ്ത ഗവൺമെന്റാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ഞങ്ങളുടെ നേരം വെള്ളം ചീറ്റുന്നു, വണ്ടി കൊണ്ട് കയറ്റാൻ ശ്രമിക്കുന്നു, മയക്ക് സെറ്റെല്ലാം പിടിച്ചു വാങ്ങുന്നു. ഇത്ര ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങളോട് പെരുമാറിയ ഈ ഗവൺമെന്റ് ഇനി അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ താല്പര്യം. ഇതിനകത്തിപ്പോ നിങ്ങൾ എന്താണ് ഈ പ്രചരണത്തിൽ നോട്ടീസിലൊക്കെ പറയുന്നത്? വനിതാ പ്രധാന ആരോഗ്യമന്ത്രിയായിരുന്നു. ആ വനിതകളാണ് 266 ദിവസം സെക്രട്ടേറിയറ്റിനിടയിൽ രാപ്പകലെന്നില്ലാതെ മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് അവിടെ ഇരുന്നത്. ഒന്ന് വന്ന് തിരിഞ്ഞു നോക്കിയില്ല. 3 പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങൾ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. 100 രൂപയെങ്കിലും കൂട്ടി തരാൻ പറഞ്ഞു. 21,000 എന്നുള്ളത് 100 രൂപയെങ്കിലും കൂട്ടിത്തന്ന്, ഡെയിലി 100 രൂപ കൂട്ടിത്തന്ന് 1000 രൂപ എന്ന 3000 രൂപ വർദ്ധിച്ച് 10,000 രൂപ എങ്കിലും ആക്കി തരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. സ്ത്രീപക്ഷ ചിന്താഗതി എന്നും തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികൾ എന്നും പറഞ്ഞിട്ട് അധികാരത്തിൽ അമർന്നപ്പോൾ അധികാരത്തിന്റെ ഹുങ്ക് തിമിരം ബാധിച്ചു പോയി. അപ്പൊ അധ്വാനിക്കുന്ന ജനത്തെ കണ്ടില്ലെന്ന് നടിച്ച് സ്ത്രീകളെ മൊത്തത്തിൽ അടിച്ചമർത്തുന്ന രീതി ആക്ഷേപമാണ്. അപ്പം ഒരു ആരോഗ്യ മേഖലയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് താഴേക്കിടയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരാണ്. ശരിക്കും 18 വർഷം കൊണ്ടാണ് ആരോഗ്യ മേഖല എന്താണെന്ന് പൊതുജനം അറിഞ്ഞു തുടങ്ങിയത്. ഈ ആശാവർക്കർമാർ വന്നതിന് ശേഷം മാത്രമാണ് ശിശുമരണ നിരക്ക് കുറഞ്ഞത്, ഗർഭിണികളുടെ മരണം കുറഞ്ഞത്. എല്ലാ തരത്തിലും അങ്ങനെ തന്നെ ഈ പൊതു മേഖലയിൽ വന്നപ്പോൾ ആശാവർക്കർമാർ ഇറങ്ങിയത് കൊണ്ട് തന്നെയാണ് ഇത്രയും മികച്ച നേട്ടം. കോവിഡ് സമയത്ത് കോവിഡ് പോരാളികളെന്ന് പറഞ്ഞു. പക്ഷേ ആ പോരാളികളെ പിൻകാല് കൊണ്ട് ചവിട്ടി തൊഴിക്കുകയാണ് നമ്മുടെ ഭരണ സംവിധാനം ചെയ്തത്. ഇന്നും കഴിഞ്ഞ മാസത്തെ വേതനം ഇന്നും കിട്ടിയിട്ടില്ല. അതിന് മുന്നേയുള്ള ഇൻസെന്റീവ് ഇന്നും കിട്ടിയിട്ടില്ല. പൾസ് പോളിയോ കഴിഞ്ഞിട്ട് മാസങ്ങളായി, ലെപ്രസിയുടെ സർവേ കഴിഞ്ഞിട്ട് മാസങ്ങളായി. ഇതൊന്നും ആശമാരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. പക്ഷേ കോടികൾ മുടക്കി ഈ ചുവരുകൾ മൊത്തം കുട്ടിച്ചോറാക്കുന്ന രീതിയിൽ ഒരു ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കുക. കോടികൾ വരുന്ന ഒരു 6 തലമുറയെങ്കിലും കടക്കണിയിലാക്കിക്കൊണ്ടാണ് ഈ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇനി ഇവർക്ക് ഭരിക്കാൻ അർഹതയില്ല എന്ന് പൊതുജനം വിധി എഴുതുക. ആരോഗ്യ മേഖലയിൽ ഒരു വനിതയായിരുന്നിട്ട് വനിതാ തൊഴിലാളികളെ ഇങ്ങനെ ആക്ഷേപിച്ച് തരം താഴ്ത്തിയ ഒരു പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. വീണ ജോർജിനെതിരെ മാത്രമാണോ സമരം നടത്തുന്നത്, ഈ പ്രചരണം നടത്തുന്നത്? ഇവിടെ പ്രചരണം നടത്തുന്നത് വീണ ജോർജിനെതിരെയാണെങ്കിൽ ഈ ഭരണ സംവിധാനം ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാർക്ക് ഇനി ഒരു അവസരം കൊടുക്കരുത്. മറ്റാർക്ക് വേണോ കൊടുത്തോ, ഇന്ന ആളിന് കൊടുക്കുക എന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ സ്ത്രീകളെ അപമാനിച്ച ഈ ഭരണ സംവിധാനത്തെ ഇനി ഭരണം കയ്യേറാൻ സമ്മതിക്കാതിരിക്കുക. മറ്റു മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നു ഉണ്ട്, തീർച്ചയായിട്ടും. സംസ്ഥാനമെമ്പാടും 14 ജില്ലകളിലും ആശാവർക്കർമാർ ഈ പ്രചരണത്തിലാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ മാസം പത്രസമ്മേളനം നടത്തിയാണ് ഇങ്ങനൊരു നയപ്രഖ്യാപനം നടത്തിയത്. അതിനനുസരിച്ചുള്ള പ്രചാരണം താഴെത്തട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ജനവിധി തേടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിപ്പോ എന്താണ് ജനങ്ങളോട് പറയുന്നത്? ജനങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഒരു സർക്കാർ എന്ന് പറയുന്നത് അത് ജനങ്ങൾക്കെതിരാണെങ്കിൽ നമുക്ക് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആശാവർക്കർമാരെ മാത്രമല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വിവരാവകാശ നിയമം പ്രകാരം വന്ന ഒരു മറുപടി നിങ്ങളെല്ലാവരും കണ്ടാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് KSRTCയിൽ നിയമനം നടത്തിയിട്ടില്ല. മറിച്ച് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനി കൊണ്ടുവന്നിട്ട് 4000 പേരെ അതിൽ ഇപ്പോൾ നിയമിച്ചു കഴിഞ്ഞു. അവർക്ക് ദിവസക്കൂലി എത്രയാണെന്നറിയോ? 715 രൂപ. ഇത്രത്തോളം തൊഴിലാളി വിരുദ്ധമായിട്ട് എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയും? ഏതൊരു മേഖല എടുത്തു നോക്കിയാലോ തന്നെയാണ്. അപ്പോൾ ഇവര് പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ തൊഴിലാളി സമരങ്ങളില്ല. അവരാണ് ഭരിക്കുന്നതെന്നുള്ളതുകൊണ്ട് ആളുകൾക്ക് അമർഷമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുത്തിട്ടൊന്നുമല്ല. മറിച്ച് സമരങ്ങൾ വളർന്നു വരാൻ, സമരത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ടാണ് സ്ത്രീ തൊഴിലാളികൾ നടത്തിയ സമരത്തെ ഇത്രയും മ്ലേച്ഛമായി
ഒരു വലതുപക്ഷ സർക്കാരുകൾ പോലും ചെയ്യാത്ത തരത്തിൽ നേതൃത്വത്തെയും സമരം ചെയ്യുന്നവരെയും വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് സമരം 9 മാസം നീണ്ടുപോയിട്ടും ആ സമരത്തെ ഞങ്ങൾ പരിഗണിക്കത്തേയില്ല. മുഖ്യമന്ത്രി പറഞ്ഞ എന്താ പറയുക, സമരത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന്. ആ അദ്ദേഹത്തിന്റെ അഭിപ്രായം കേരള ജനത എങ്ങനെയാണ് ഏറ്റെടുത്തതെന്നുള്ളത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുത്തു. കാരണം കേരളം സൃഷ്ടിക്കപ്പെട്ടത് സമരങ്ങളിലൂടെയാണ്. ആ സമരത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ അവരുടെ ഹുങ്കും ധാർഷ്ട്യവും കൊണ്ട് ഒരു തൊഴിലാളി സമരം അത് പരാജയപ്പെട്ടു പോകരുതെന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ടാണ് 9 മാസം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞതും അതേ തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ തയ്യാറായത്. ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ അതിന് തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കി ഇത്തവണ LDF സർക്കാർ അധികാരത്തിൽ വരുത്തില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണമെന്നുള്ളതാണ് 100% ഞങ്ങളുടെ ആഗ്രഹം. കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും എന്തിന് ഈ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ അവർ പറയുന്നത് പാർട്ടി വേണമെന്നുണ്ടെങ്കിൽ ഭരണം ഇനി ഉണ്ടാവരുതെന്നാണ് ഞങ്ങളോട് വ്യക്തിപരമായി കാണുന്ന ആൾ. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് നല്ലൊരു ശതമാനം ഇടതുപക്ഷ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഉൾപ്പെടെ അല്ലെ വിശ്വാസികളായ ആളുകൾ ഉൾപ്പെടെ പറയുന്നത്. ഇവിടെ നിൽക്കുന്നത് ഇവരെല്ലാവരും തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരും ഇടതുപക്ഷ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരും ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമാണ്. പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുത്തു ഇവരുടെ പ്രവർത്തനത്തിലൂടെ ഈ സർക്കാർ. അപ്പം അതുകൊണ്ടാണ് വിധി എഴുതണമെന്ന് ഞങ്ങൾ പറയുന്നത്. 9 മാസത്തോളം സമരം ചെയ്തിട്ടും യാതൊരു പരിഗണനയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചില്ല എന്നും അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രചാരണം നടത്താൻ ഈ ആശമാർ പുറപ്പെട്ടിരിക്കുന്നതെന്നുമാണ് പറയുന്നത്. അവകാശ പോരാട്ടം നടത്തിയ ആശമാരോട് പ്രതികാരം ചെയ്യുന്ന സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്താകും ഇനി ഉണ്ടാവുക എന്നാണ് ആശമാർ ഇപ്പോൾ പറയുന്നത്. ക്യാമറമാൻ രതീഷ് മാടമ്പിച്ചിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.